1654 മാതാവിന്റെ സ്വർഗ്ഗാരോഹണ തിരുനാൾ ദിവസം നേപ്പിൾസിലെ ഇസക്കി ദ്വീപിലായിരുന്നു വിശുദ്ധ കുരിശിന്റെ ജോൺ ജോസഫ് ജനിച്ചത്. തന്റെ ചെറുപ്പം മുതലേ തന്നെ വിശുദ്ധൻ നന്മ ചെയ്യുന്നതിൽ ഒരു മാതൃക പുരുഷനായിരുന്നു. വിശുദ്ധന് 16 വയസ്സുള്ളപ്പോൾ അദ്ദേഹം കഠിന നിബന്ധനകളുള്ള ഫ്രാൻസിസ്കൻ സഭയിൽ അംഗമായി. ഒരിക്കൽ ജോൺ ആശ്രമത്തിലെ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രത്യേക ആനന്ദ നിർവൃതിയിലാവുകയും നിലത്തുനിന്ന് ഉയർന്നതായും കാണപ്പെട്ടു. പിന്നീട് തന്റെ മേലധികാരികളുടെ ആവശ്യപ്രകാരം വിശുദ്ധൻ പൗരോഹിത്യപട്ടം സ്വീകരിച്ച് ഒരു പുരോഹിതനായി തീർന്നു. പ്രാർത്ഥനയിലും നിശബ്ദയിലും ഊന്നൽ നൽകിക്കൊണ്ടിരുന്ന ജീവിതമായിരുന്നു വിശുദ്ധൻ്റേത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ മാതാവിന്റെ നല്ല മരണത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനാ സഹായം വിശുദ്ധൻ നൽകി. പിന്നീട് തന്റെ മാതാവിന്റെ ആത്മശാന്തിക്കായി അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായി വിശുദ്ധൻ ദർശിച്ചു. വിശുദ്ധ പീറ്റർ അൽക്കാൻഡാരയാൽ ഫ്രാൻസിസ്കൻ സന്യാസി സഭയ്ക്ക് പകർന്നു നൽകിയ പ്രാർത്ഥനയും അനുതാപപരവുമായ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധൻ തന്റെ ശിഷ്യന്മാർക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു മനസ്സിലാക്കി. ആശ്രമത്തിലെ ശിഷ്യന്മാർക്ക് മുന്നിൽ എളിമ, മതപരമായ അച്ചടക്കം തുടങ്ങിയ ഉന്നതമായ നന്മകളുടെ ഒരു മാതൃകയായിരുന്നു വിശുദ്ധൻ. വിശുദ്ധന്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലമായി നിരവധി വരദാനങ്ങൾ കൊണ്ട് ദൈവം വിശുദ്ധനെ അനുഗ്രഹിച്ചു. പ്രവചനപരവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും കഴിവുള്ള ഇവയിൽ ഉൾപ്പെടുന്നു. വിശുദ്ധന് 80 വയസ്സ് പ്രായമായപ്പോൾ 1734 മാർച്ച് 5 നേപ്പിൾസിലെ മഠത്തിൽ വെച്ച് സന്നിപാതം പിടിപെട്ട് അദ്ദേഹം കർത്താവിൽ അന്ത്യനിത്യം പ്രാപിച്ചു. വിശുദ്ധന്റെ മരണശേഷം നടന്നിട്ടുള്ള നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ ദിവ്യത്വത്തെയും മഹത്വത്തെയും സ്ഥിരീകരിക്കുന്നു. 1839 ഗ്രിഗറി 16 മാർപ്പാപ്പ ജോൺ ജോസഫിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.